നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വേൾഡ് കപ്പ് യോഗ്യതാ റൗണ്ടിൽ നടന്ന മത്സരത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജൻറ്റീനയ്ക്ക് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. 1-നെതിരെ 2 ഗോളുകൾക്കായിരുന്നു കൊളംബിയ അവരെ പരാജയപ്പെടുത്തിയത്. കൊളംബിയയുടെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ അവർക്ക് വേണ്ടി സൂപ്പർ താരം ഹാമിഷ് റോഡ്രിഗസാണ് തിളങ്ങിയിട്ടുള്ളത്. ഒരു ഗോളും ഒരു അസിസ്റ്റുമാണ് അദ്ദേഹം സ്വന്തമാക്കിയത്. അർജൻറ്റീനയുടെ ഏക ഗോൾ നേടിയത് നിക്കോ ഗോൺസാലസ് ആയിരുന്നു. ഹാമിഷ് റോഡ്രിഗസിൻ്റെ പ്രകടനം എടുത്തു പറയേണ്ടതാണ്. ഇപ്പോൾ കൊളംബിയയെ മുന്നിൽ നിന്ന് നയിക്കുന്നത് ഈയൊരു സൂപ്പർ താരം തന്നെയാണ്. കഴിഞ്ഞ കോപ്പ അമേരിക്കയിലേക്ക് മികച്ച പ്രകടനം അദ്ദേഹം നടത്തി. കോപ്പ അമേരിക്കയിലെ ഏറ്റവും മികച്ച താരത്തിനുള്ള ഗോൾഡൻ ബോൾ സ്വന്തമാക്കിയത് ഹാമിഷ് റോഡ്രിഗസ് തന്നെയായിരുന്നു. ഏതായാലും അദ്ദേഹം ഇപ്പോൾ ഒരു പുതിയ റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുണ്ട്. അതായത് ഇന്നത്തെ മത്സരത്തിൽ ഗോൾ നേടിയതോടുകൂടി വേൾഡ് കപ്പ് യോഗ്യതാ റൗണ്ടിൽ കൊളംബിയയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ അവരുടെ ഇതിഹാസമായ റഡാമൽ ഫാൽക്കാവോക്കൊപ്പം അദ്ദേഹം എത്തിയിട്ടുണ്ട്. കൊളംബിയയ്ക്ക് വേണ്ടി വേൾഡ് കപ്പ് യോഗ്യതാ റൗണ്ടിൽ ആകെ 13 ഗോളുകളാണ് ഹാമിഷ് റോഡ്രിഗസ് നേടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഒരു ഗോൾ കൂടി നേടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഈ ഒരു റെക്കോർഡ് തനിച്ച് സ്വന്തമാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു നേട്ടത്തിലേക്ക് കൂടി അദ്ദേഹം ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അതായത് വേൾഡ് കപ്പ് യോഗ്യതാ റൗണ്ടിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ നേടിയ ചരിത്രത്തിലെ 4ാമത്തെ താരം അതിപ്പോൾ ഹാമിഷ് റോഡ്രിഗസ് ആണ്. 11 അസിസ്റ്റുകളാണ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത്. 1ാം സ്ഥാനത്ത് വരുന്നത് ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയറാണ്. 19 അസിസ്റ്റുകൾ നെയ്മർ വേൾഡ് കപ്പ് യോഗ്യതാ റൗണ്ടിൽ സ്വന്തമാക്കിയിട്ടുണ്ട്. അലക്സിസ് സാഞ്ചസ് 15 അസിസ്റ്റുകൾ, ലൂയിസ് സുവാരസ് 13 അസിസ്റ്റുകൾ എന്നിങ്ങനെയാണ് വരുന്നത്. മാത്രമല്ല ഹാമിഷ് റോഡ്രിഗസിൻ്റെ മറ്റൊരു കണക്ക് കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. കൊളംബിയയ്ക്ക് വേണ്ടി അവസാനമായി കളിച്ച 8 മത്സരങ്ങളിൽ നിന്ന് 10 ഗോൾ കോൺട്രിബ്യൂഷൻസ് നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രകടനം നമുക്കൊന്ന് പരിശോധിക്കാം. പരാഗ്വയ്ക്കെതിരെയുള്ള മത്സരത്തിൽ 2 അസിസ്റ്റുകൾ, കോസ്റ്റാറിക്കയ്ക്കെതിരെ ഒരു അസിസ്റ്റ് അദ്ദേഹം സ്വന്തമാക്കിയിരുന്നു. ബ്രസീലിനെതിരെ ഒന്നും നേടാൻ കഴിഞ്ഞില്ല. പിന്നീട് പനാമയ്ക്കെതിരെ 2 ഗോളുകളും 2 അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കി. ഉറുഗ്വേക്കെതിരെ ഒരു അസിസ്റ്റ് വന്നിരുന്നു. അർജൻറ്റീനയ്ക്കെതിരെയും പെറുവിനെതിരെയും ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ പിന്നീട് അർജൻറ്റീനയ്ക്കെതിരെ ഒരു ഗോളും ഒരു അസിസ്റ്റും ഹാമിഷ് റോഡ്രിഗസ് നേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ മികച്ച പ്രകടനമാണ് അദ്ദേഹം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൊളംബിയയുടെ ഈ ഒരു കുതിപ്പിന് പിന്നിൽ ഇതിൽ വലിയ പങ്ക് വഹിക്കുന്നത് റോഡ്രിഗസ് തന്നെയാണ്. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.